നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ANETESന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ യുകെയിലെ ന്യൂസ് പേപ്പറുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ വർഷം യുകെയിലേക്ക് എത്ര പേര് വന്നു, എത്ര പേര് തിരിച്ചുപോയി, അതുകൂടാതെ യുകെയിലെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വാർത്തകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ന്യൂസ് പേപ്പറുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് ജൂൺ 2024 അവസാനിക്കുന്ന ഒരു വർഷം കൊണ്ട് യുകെയിലെ നെറ്റ് ഇമിഗ്രേഷൻ എന്നുള്ളത് 7,20,80,000 ആണ്. അതായത് കഴിഞ്ഞ ജൂൺ 24 മുമ്പുള്ള 12 മാസം കൊണ്ട് യുകെയിൽ എത്തിയത് ഏകദേശം 12 ലക്ഷത്തോളം പേരായിരുന്നു. അതിലൊരു 4 ലക്ഷത്തോളം പേര് തിരിച്ചുപോയി. അന്നേരം ബാക്കിയുള്ളവർ 7,20,80,000. അതായത് യുകെയിലെ നെറ്റ് ഇമിഗ്രേഷൻ എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം 7,20,80,000. ഇത് മുൻ വർഷത്തെ 9 ലക്ഷത്തിന് മുകളിലുള്ള ഇമിഗ്രേഷനിൽ നിന്ന് കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു. അത് കുറയ്ക്കാൻ അവർക്ക് സാധിച്ചത് പ്രധാനമായിട്ട് ഡിപെൻഡന്റ് വിസയിൽ വരുത്തിയ മാറ്റങ്ങളാണ്. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരുടെ ഡിപെൻഡൻസിനെ തടഞ്ഞതുകൊണ്ടുള്ള നിയമം വന്നു. അങ്ങനെ കുറച്ചധികം പേര് കുറഞ്ഞു. അത് കൂടാതെ ഇപ്പോൾ കെയർ വർക്കറും സീനിയർ കെയറായിട്ട് വരുന്നവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരുന്നത് തടഞ്ഞതുകൊണ്ടാണ് ഏകദേശം 2 ലക്ഷം അടുപ്പിച്ച് അവർക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ സാധിച്ചു. ഇത് യുകെയിലെ ഇമിഗ്രേഷൻ ടാർഗറ്റ്, അവർക്ക് ഒരു വർഷത്തെ ടാർഗറ്റ് ഏകദേശം 1 ലക്ഷം മാത്രമാണ്. ആ 1 ലക്ഷത്തിന്റെ ടാർഗറ്റ് നോക്കുമ്പോഴാണ് അവരുടെ ഇപ്പോൾ 7,20,80,000 പേര് കഴിഞ്ഞ വർഷം നെറ്റ് ഇമിഗ്രേഷൻ എന്നുള്ള രീതിയിൽ യുകെയിൽ കൂടിയിരിക്കുന്നത്. അതായത് യുകെയിലേക്ക് വന്നവരും ഇവിടുന്ന് തിരിച്ചു പോയവരും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ്. യുകെയിലേക്ക് വന്നവര് ഏകദേശം 12 ലക്ഷമാണ്. 4 ലക്ഷം പേര് തിരിച്ചു പോയി കഴിഞ്ഞ് യുകെയിൽ ഇപ്പോൾ ഉള്ളത് റെസിഡന്റ് ആയിട്ടുള്ളത് ഏകദേശം 7 ലക്ഷം പേരാണ്. എക്സ്ട്രാ ആയിട്ട് ഒരൊറ്റ വർഷം വന്നത്. അന്നേരം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഏകദേശം 2,40,000 പേര്. നൈജീരിയയിൽ നിന്ന് 1,20,000 പേര്. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് 1 ലക്ഷം പേരും, ചൈനയിൽ നിന്ന് 78,000 പേരും, സിംബാബ്വേയിൽ നിന്ന് 36,000 പേരാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് 4,17,000 പേരും, സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നത് ഏകദേശം 3,75,000 പേരും, പിന്നെ അസൈലം സീക്കേഴ്സ് ആയിട്ട് ഏകദേശം 84,000 പേരും വന്നു. ഫാമിലി റീസൺ 76,000 പേരും, ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ ഏകദേശം 67,000 പേരാണ് കഴിഞ്ഞ വർഷം യുകെയിലേക്ക് വന്നത്. നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പേര് വന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റുഡന്റ് വിസയിലും കെയർ വിസയും സീനിയർ കെയർ വിസയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലാക്കിയത് തന്നെയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരാണ് ഇന്ത്യയിൽ നിന്ന് വന്നത്. ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ ഡിപെൻഡൻസ് ആയിട്ടും ഒരുപാട് പേര് യുകെയിലേക്ക് വരികയുണ്ടായി. അങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു ഇമിഗ്രേഷൻ യുകെയിൽ കൂടിയത്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഈ വന്നവരിൽ ഏകദേശം 82% പേര് ഇവിടുത്തെ വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അതായത് 16 വയസ്സിലും 64 വയസ്സിലും ഇടയ്ക്കുള്ളവരെയാണ് യുകെയിലെ വർക്കിംഗ് ഏജ് ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നത്. അതിൽ ഉൾപ്പെട്ടതാണ് 82% ആൾക്കാർ. യുകെ ഗവൺമെന്റ് കുറച്ച് നിയമങ്ങൾ ശക്തമാക്കിയതുകൊണ്ട് അവർക്ക് നെറ്റ് ഇമിഗ്രേഷൻ ഏകദേശം 2 ലക്ഷം കുറയ്ക്കാൻ സാധിച്ചുവെങ്കിലും അവർ ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങൾ ഇതിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലേബർ പ്രധാനമന്ത്രിയായ കീർ സ്റ്റാമർ ഇന്ന് വൈകിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗം പാർലമെന്റിൽ നടത്തുന്നതാണ്. അന്നേരം അതിന്റെ വിശദമായ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഞാനത് പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ യുകെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലെ വിസ സമ്പ്രദായത്തിൽ, അതായത് വർക്ക് സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ് അവർ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ യുകെയിൽ പ്രത്യേകിച്ച് കെയർ സെക്ടറിലും സീനിയർ കെയർ സെക്ടറിലും ധാരാളം ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ ചൂഷണങ്ങൾ നടത്തുന്ന കമ്പനികളെ കണ്ടെത്തും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്ന കമ്പനികൾക്ക് 1 വർഷത്തെ ബാനായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് 2 വർഷത്തേക്ക് ആ ബാൻ നീട്ടാനുള്ള പ്ലാനാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ യുകെ ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത് യുകെയിലെ പല എംപ്ലോയേഴ്സും യുകെയിലുള്ള ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാതെ അതേ ജോലി വിദേശത്തു നിന്നുള്ളവർക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന സാലറിയെക്കാട്ടി കുറഞ്ഞ സാലറിയിൽ വിദേശത്തു നിന്നുള്ളവരെ കൊണ്ടുവന്ന് ആ ജോലി ചെയ്യിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്നേരം അങ്ങനെ കറക്റ്റായിട്ടുള്ള സാലറി കൊടുക്കാതെ വിദേശത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന കമ്പനികളെ കണ്ടെത്തുമെന്നും അവർക്ക് വിസ സ്പോൺസർഷിപ്പിനുള്ള അവകാശം എടുത്തു കളയുമെന്നും അവർക്ക് വൻതോതിലുള്ള ഫൈനുകൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ പ്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മറ്റൊരു തീരുമാനം അവർ കൊണ്ടുവന്നിരിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട സ്പോൺസർഷിപ്പ് ഫീസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എംപ്ലോയർ തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ ഉള്ള നിയമം തന്നെയായിരുന്നു. നമുക്ക് വിദേശത്ത് നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം, അതല്ല യുകെയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ പോലും ആ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവും ആ എംപ്ലോയർ തന്നെ നടത്തണമെന്നാണ് യുകെയുടെ നിയമം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏജന്റുമാർ യുകെയിലുള്ളവരുമായിട്ട് ഉള്ള തട്ടിപ്പിലൂടെ 10-15 ലക്ഷം രൂപ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വിസ സ്പോൺസർഷിപ്പിനുള്ള ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അത്തരം അത് ചൂഷണം തന്നെയാണെന്നുള്ളതാണ് ഇന്ന് യുകെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിൽ കാണുന്നത്.
അന്നേരം അവർ പറഞ്ഞിരിക്കുന്നത് ഇനിയും അങ്ങനെയുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് എടുത്തു കളയുമെന്നും വീണ്ടും അവർക്ക് 2 വർഷത്തേക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് തടസ്സം വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇവർക്ക് ഇങ്ങനെ തൊഴിലാളികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സാലറി കൊടുക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനധികൃത തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് വൻ തുക ഫൈനായിട്ട് നൽകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ധാരാളം നഴ്സിംഗ് ഹോമുകൾക്കും ഇവിടെയുള്ള കമ്പനികൾക്കും അവർക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തു കളഞ്ഞിരുന്നു. അന്നേരം ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഈ ലൈസൻസ് എടുത്ത് കളയുമ്പോൾ അവിടെ ജോലിക്ക് വന്നവർക്കും പിന്നെ ഒരു 60 ഡേയ്സിന്റെ നോട്ടീസ് കിട്ടും ഹോം ഓഫീസിൽ നിന്ന്. ആ 60 ഡേയ്സിനുള്ളിൽ പുതിയ എംപ്ലോയറെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അവരും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് ഇവിടെയുള്ള യൂണിയനുകളെല്ലാം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം എംപ്ലോയേഴ്സ് തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ ആ എംപ്ലോയേഴ്സ് നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ അവർ പാലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെടുന്നത്. പക്ഷേ അതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അവിടെ സ്റ്റാഫായിട്ട് വന്ന അല്ലെങ്കിൽ വിസയിൽ വന്നവരാണ്. കാരണം അങ്ങനെയുള്ളവർക്കാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം വരുന്നത്. കാരണം അവർക്ക് അവരുടെ ജോലിയും വിസയും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂണിയനുകളെല്ലാം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് നമുക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെട്ടാലും യുകെയിൽ വന്നവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത് എല്ലാം നമുക്ക് പ്രതീക്ഷയാണ് തരുന്നത്. കെയർ സെക്ടറിലുള്ള തട്ടിപ്പുകൾ ഇതുമൂലം കുറയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുകെയിലെ പ്രധാനമന്ത്രിയായിട്ട് സ്റ്റാർമറെ തെരഞ്ഞെടുത്തു. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റാർമറിനെതിരെ ശക്തമായ ജനരോക്ഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം സ്റ്റാർമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം, പുതിയ ജനറൽ ഇലക്ഷനും നടത്തണം എന്നും പറഞ്ഞൊരു പെറ്റീഷൻ ഇവിടെ രൂപീകരിച്ചിരുന്നു. ആ പെറ്റീഷൻ ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ സൈൻ ആയി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ യുകെയിൽ 10,000 സൈൻ ഏതെങ്കിലും പെറ്റീഷന് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിന് റിയാക്ട് ചെയ്യണമെന്നാണ്. 1 ലക്ഷം സൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പാർലമെന്റിൽ അത് ഡിബേറ്റ് നടത്തണമെന്നാണ്. അന്നേരം ഇപ്പോൾ ആ ഒരു പെറ്റീഷന്, അതായത് സ്റ്റാർമറിനെതിരെ, സ്റ്റാർമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പുതിയ ഇലക്ഷൻ നടത്തണമെന്നുള്ള പ്രഖ്യാപനത്തിനുള്ള, പുതിയ ഇലക്ഷൻ നടത്തണം എന്നുള്ള ആ ഒരു പെറ്റീഷൻ ഇപ്പോൾ 2 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ സപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ പാർലമെന്റ് അത് ചർച്ചയ്ക്ക് എടുക്കുകയാണ്. പാർലമെന്റിൽ അതിന്റെ ചർച്ച ഡിസംബർ 6 തീയതിയാണ്. അത് ചർച്ച വരുമ്പോൾ എന്തായാലും സ്റ്റാർമർ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ജനറൽ ഇലക്ഷനോ നടത്തണമെന്നും വരുന്നില്ല. പക്ഷേ സ്റ്റാർമറിന്റെ ജനപ്രീതി ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇലക്ഷന് മുമ്പ് 45% അടുത്തൊക്കെ വന്നിരുന്ന സ്റ്റാർമറിന്റെ ജനപ്രീതിയാണ് ഇപ്പോൾ 25% താഴെയൊക്കെ വന്നിരിക്കുന്നത്. അന്നേരം ഇത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം വളരെ സന്തോഷമാണ്. കാരണം ഇനിയൊരു ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് മുമ്പോട്ട് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കുന്നത്, ഇവിടുത്തെ റീഫോം പാർട്ടി ഓരോ സ്ഥലത്തും ശക്തി പ്രാപിച്ചു കൊണ്ടുവരികയാണ്. കൺസർവേറ്റീവ് പഴയ പോലെ മുന്നേറ്റം നടത്തുന്നില്ലെങ്കിലും ഇവിടെ ഇപ്പോൾ കുടിയേറ്റത്തിനെ എതിർക്കുന്ന പാർട്ടികൾ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് യുകെയിൽ. കാരണം അനധികൃത കുടിയേറ്റവും മറ്റ് കുടിയേറ്റക്കാരുടെ ക്രമാതീതമായ തള്ളിക്കയറ്റവും മൂലം യുകെയിലെ ജീവിതം പഴയ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തുന്നില്ല. കാരണം പഴയ ഒരു രീതിയിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. പലയിടത്തും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് യുകെയുടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ ആവശ്യത്തിന് തികയാതെ വരുന്നുണ്ട്. സ്കൂൾ ഫെസിലിറ്റികൾ കിട്ടാതെ വരുന്നുണ്ട്. ഇവിടുത്തെ വീടിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റം മൂലം വളരെ ബുദ്ധിമുട്ടിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ കുടിയേറ്റം കുറയ്ക്കുന്ന പാർട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല പ്രക്ഷോഭങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ അത് കൂടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നെറ്റ് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാർമറിന്റെ പ്രസംഗം ഇന്ന് വൈകിട്ടാണ് ഇവിടുത്തെ പാർലമെന്റിൽ നടക്കുന്നത്. ആ പാർലമെന്റിലെ ആ പ്രസംഗം എന്തായാലും അവരെന്തൊക്കെയാണ് അപ്ഡേറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്റ്റാർമർ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. അത് നിങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.